പാകിസ്ഥാൻ സ്പോൺസർ ചെയ്യുന്ന ഭീകരവാദത്തിനെ ലോകത്തിനു മുന്നിൽ തുറന്നു കാണിക്കുവാൻ ഇന്ത്യൻ സർക്കാർ ഒരു പ്രതിനിധി സംഘത്തെ അയക്കുവാൻ തീരുമാനിച്ചു. അത് മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. പ്രതിപക്ഷത്തിലെ എംപിമാർ അടക്കം ഉൾപ്പെട്ട ഈ സംഘത്തിനെ നയിക്കുന്നത് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ഡോക്ടർ ശശി തരൂറാണ്. ഓപ്പറേഷൻ സിന്ദൂറിനെ പുകഴ്ത്തി സംസാരിക്കുകയും കേന്ദ്ര സർക്കാരിന്റെ നടപടികളെ വാതോരാതെ പ്രശംസിച്ചതിനുമുള്ള ഒരു പ്രതിഫലമായിട്ടാണോ സംഘത്തിനെ നയിക്കാനുള്ള അവസരം തരൂറിനെ തേടിയെത്തിയതെന്ന് ഇപ്പോൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ പ്രത്യേക സമിതിയിലേക്ക് എംപിമാരെ അയക്കാനുള്ള കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം അനുസരിച്ച് കോൺഗ്രസ് പാർട്ടി നൽകിയ പട്ടികയിൽ ശശി തരൂർ ഇടം പിടിച്ചിരുന്നില്ല. തരൂറിനെ മാറ്റി നിർത്തിയുള്ള പട്ടികയാണ് കോൺഗ്രസ് കേന്ദ്ര സർക്കാരിന് നൽകിയത്. എന്നാൽ പിന്നാലെ പ്രതിനിധി സംഘത്തിന്റെ ലിസ്റ്റ് കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടപ്പോൾ 1-ാം നമ്പർ പേരുകാരനായി തരൂർ എം പി ഇടം പിടിച്ചു. ഇത് കോൺഗ്രസിന് വലിയ തിരിച്ചടിയും ഞെട്ടലുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പേരുകൾ അടങ്ങിയ പട്ടികയുടെ വിശദാംശങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടതോടെയാണ് തരൂർ BJPയുടെ പ്രതിനിധിയായിട്ടാണ് സമിതിയിലെത്തിയത് എന്ന് വ്യക്തമാകുന്നത്. ആനന്ദ് ശർമ്മ, ഗൗരവ് ഗൊഗോയ്, നാസിർ ഹുസൈൻ, രാജ്ബ്രാർ എന്നിവരുടെ പട്ടികയാണ് രാഹുൽ ഗാന്ധി നൽകിയത്. രാഹുലിനെയും മറികടന്ന് കോൺഗ്രസിന്റെ പട്ടികയ്ക്ക് മുകളിലൂടെ ശശി തരൂർ പ്രതിനിധി സംഘത്തിൽ ഇടം പിടിക്കുകയായിരുന്നു. പ്രതിനിധി സംഘത്തിലേക്ക് കോൺഗ്രസ് ശുപാർശ ചെയ്ത പട്ടികയിൽ മുൻ കാബിനറ്റ് മന്ത്രി ആനന്ദ് ശർമ്മ, ലോക്സഭയിലെ പാർട്ടി ഉപനേതാവ് ഗൗരവ് ഗൊഗോയ്, രാജ്യസഭാ MP ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ, ലോക്സഭാ MP രാജാ ബ്രാർ എന്നിവരാണ് ഉണ്ടായിരുന്നത്. എന്നാൽ കേന്ദ്രം പരസ്യപ്പെടുത്തിയ അന്തിമ പട്ടികയിൽ ഈ 4 പേരുകളും ഇല്ലായിരുന്നു. പകരമാണ് തിരുവനന്തപുരത്ത് നിന്ന് 4 തവണ MP ആയ ശശി തരൂർ സർവകക്ഷി സംഘത്തെ നയിക്കുവാൻ അവസാന നിമിഷം എത്തുന്നത്. BJP നേതാക്കളായ രവിശങ്കർ പ്രസാദ്, ബൈജയന്ത് പാണ്ഡെ, ജനതാദൾ MP സഞ്ജയ് കുമാർ ഝാ, അതുപോലെ DMKയുടെ കനിമൊഴി കരുണാനിധി, NCP ശരത് പവാർ വിഭാഗം നേതാവ് സുപ്രിയ സുലെ, ശിവസേന ഷിൻഡെ വിഭാഗം MP ശ്രീകാന്ത് ഷിൻഡെ എന്നിവരുടെ പേരുകൾ ഉൾപ്പെടുത്തിയാണ് തീരുമാനമുണ്ടായത്. നേരത്തെ പഹൽഗാം ആക്രമണ കേസിൽ ഇന്ത്യൻ ഇന്റലിജൻസ് വിഭാഗത്തിനടക്കം വീഴ്ച പറ്റിയെന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടിയപ്പോൾ വ്യത്യസ്ത നിലപാടെടുത്ത നേതാവാണ് ശശി തരൂർ. രഹസ്യാന്വേഷണ വിഭാഗം നിരവധി ആക്രമണങ്ങൾ തടഞ്ഞിട്ടുണ്ടെന്നും തെറ്റുപറ്റുന്ന ചുരുങ്ങിയ സന്ദർഭത്തിൽ കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്നുമായിരുന്നു തരൂർ മോദിയെ അനുകൂലിച്ചത്. രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കന്മാരുടെ പ്രസ്താവനയെ പരസ്യമായി തള്ളിയ തരൂറിനെ വിമർശിച്ച് പല കോണുകളിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ എത്തിയിരുന്നു. എന്നിട്ടും നിലപാടിൽ നിന്ന് അല്പം പോലും പിന്നോട്ട് പോകാതെയാണ് തരൂർ നിന്നത്. ഇതിന് പിന്നാലെയാണ് രാഹുൽ ഗാന്ധി നൽകിയ പട്ടിക അട്ടിമറിച്ച് BJP തരൂറിന് പ്രതിനിധി സംഘത്തെ നയിക്കാനുള്ള അവസരം ഒരുക്കി നൽകുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ ദീർഘകാലം പ്രവർത്തിച്ചതിന്റെ പരിചയം ലോകരാജ്യങ്ങൾക്കിടയിൽ തരൂറിനെ സ്വീകാര്യനാക്കുമെന്നാണ് BJP വാദിക്കുന്നത്. കോൺഗ്രസ് നിർദ്ദേശിക്കാത്തത് കൊണ്ട് പ്രതിനിധി സംഘത്തിനൊപ്പം യാത്ര ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് തരൂർ പിന്മാറണമെന്ന് സമൂഹ മാധ്യമങ്ങളിൽ അടക്കം ആവശ്യം ഉയർന്നെങ്കിലും അതിനുള്ള സാധ്യതകൾ വിരളമാണ്. എല്ലാത്തിനും മുകളിൽ രാജ്യത്തിന്റെ താല്പര്യത്തിനാണ് പ്രാധാന്യം എന്ന ഒറ്റ വാക്കിൽ ശശി തരൂർ നിലപാട് പറഞ്ഞ് കളമൊഴിയുകയാണെങ്കിൽ നോക്കി നിൽക്കാൻ മാത്രമേ കോൺഗ്രസിന് സാധിക്കുകയുള്ളൂ.